എല്ലാവരും കൂടെ കൂടിയുള്ള യാസീനോത്തും, എല്ലാവരും കൂടെ കൂടിയുള്ള ഖബർ മൂടലും, എല്ലാവരും കൂടെ കൂടിയുള്ള കൂട്ടപ്രാർത്ഥനയും, എല്ലാവരും കൂടെ കൂടി യാഹൂ തങ്ങളെ തവസ്സുലാക്കിക്കൊണ്ടുള്ള ദുആയും കൂട്ടപ്രാർത്ഥനയും ഒക്കെയാണ് അവിടെ നടക്കുന്നത്. ആരും ഒഴിവില്ല. ആ ഉറൂസിൽ ഖുർആൻ പാരായണമാണ്. നല്ല നല്ല മഹാന്മാരായ ആരുടെയെങ്കിലും ഒക്കെ ദുആയാണ്, ദിക്റുകളാണ്, സ്വലാത്തുകളായി ഒക്കെ മാറിയിട്ടുണ്ട്. പണ്ടെല്ലാ സ്ഥലത്തും ആനയും അമ്പാരിയും ചീട്ടുകളിയും മുച്ചുകെട്ടുകളിയും ഈ പറയുന്ന എല്ലാം കൂടെ കൂടുമ്പോഴാണ് ചന്ദനക്കുട മഹോത്സവം എന്ന് ഞങ്ങളുടെ ഈ നാടുകളിൽ പറയുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഫ്ളലുൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹാദരവുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, വളരെ ഭീകരമായ ഒരു അന്തരീക്ഷമാണ് ഞാൻ ഈ യൂട്യൂബിലൂടെ വീഡിയോയിലൂടെ കണ്ടത്. അതായത് തിരൂരിനടുത്ത് യാഹൂ തങ്ങളുടെ 172ാം ആണ്ട് നേർച്ച തിരൂര് നടന്ന ആണ്ട് നേർച്ച. ആ ആണ്ട് നേർച്ചയില് ആന ഇടഞ്ഞ് ആന ബഹളം വെച്ച് ഒരു പാവം മനുഷ്യനെ, ഒരുപാട് ജനമാണല്ലോ, ആണും പെണ്ണും എല്ലാവരും കൂടെ കൂടി ഒരുപാട് ജനമുണ്ട്. മതേതര നേർച്ചയാണെന്ന് അവർ പറയുന്നുണ്ട്. മതേതരത്വം തികച്ചും മതത്തിന്റെ അല്ല, മതേതരത്തിന്റെ ഒരു മകുടോദാഹരണമായിട്ടുള്ള നേർച്ചയാണെന്നാണ് പറഞ്ഞത്. അല്ലാതെ ഇത് സുന്നിയുടെയോ അല്ലെങ്കിൽ AP സുന്നിയുടെയോ EK സുന്നിയുടെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സുന്നികളുടെ ദക്ഷിണ സുന്നിയുടെയോ അല്ലെങ്കിൽ നജീബ് ഉസ്താദിന്റെ സുന്നി ഒന്നും അല്ല. ഇത് മതേതരത്വം, തികച്ചും 100% മതേതരത്വത്തിന്റെ എല്ലാവരും കൂടി നടത്തുന്ന ഒരു പുണ്യ നേർച്ചയാണ്. അത് യാഹൂ തങ്ങളുടെ ആയിപ്പോയി എന്ന് മാത്രം. യാഹൂ തങ്ങളുടെ ആണ്ട് നേർച്ചയായി എന്ന് മാത്രം. പുതിയങ്ങാടിയിൽ എന്താണ് അവിടെ നടന്നത്? ഒരുപാട് ജനങ്ങൾ കൂടുമ്പോ, അതും നിയന്ത്രണമുള്ള ജീവിയാണ്, പറഞ്ഞാൽ കേൾക്കുന്ന ജീവിയാണ്, പറഞ്ഞാൽ അനുസരിക്കുന്ന ജീവിയാണെങ്കിൽ പോലും ആനയാണല്ലോ. ആന എന്ന് പറഞ്ഞു ഒരു ചെറിയൊരു സംഗതി അല്ലല്ലോ. ഇപ്പോഴ് വയനാടിലും മുള്ളിരിങ്ങാടിൽ ഒരു യൂത്ത് ലീഗിന്റെ പ്രവർത്തകനായ ഒരു ചെറുപ്പക്കാരനെ വീടിന്റെ അരികത്ത് വനമേഖലയുടെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു വീടാണ്. ആ പാവം അങ്ങോട്ട് ആന വന്നപ്പോ 2-3 ആള് കൂടി ഓടിച്ചതും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കയറ്റി വിട്ടത് ആ കാട്ടിൽ കുടുങ്ങിപ്പോയി. ആ കാട്ടിൽ ആനയെ കണ്ട് വിരണ്ടോടി എല്ലാവർക്കും പരിക്ക് പറ്റി. ഒരാളെ ആന കൊല്ലുകയും ചെയ്തു. അത് നമ്മുടെ മുള്ളിരിങ്ങാടാണ്. വേറെ ഒരു ആന നിലമ്പൂര് വനാതിർത്തിയില് ഒരാളെ കൊന്ന്, ആദിവാസി കൊന്ന്, അതിന്റെ പേരിൽ വലിയ പൊല്ലാപ്പ് എല്ലാം PV അൻവർ ഉൾപ്പെടെ നടത്തിയതും, PV അൻവർ അറസ്റ്റിന് വിധേയനായതും, ഒരു ദിവസം ലോക്കപ്പ് ഒക്കെ, ഇങ്ങനെയുള്ള ഒരുപാട് ആനപ്രശ്നങ്ങൾ ആനയുമായി ബന്ധപ്പെട്ട മലയോരങ്ങളിൽ വനാതിർത്തികളിലൊക്കെ നടക്കുമ്പോൾ തിരൂര് പോലെയുള്ള, പുതിയങ്ങാടി പോലെയുള്ള ജനസാന്ദ്രതയുള്ള സ്ഥലത്ത് ആനയെ കൊണ്ടുവന്ന് ആയിരക്കണക്കിന് ആളുകൾ, കുഞ്ഞുങ്ങളും പെണ്ണുങ്ങളും ആണുങ്ങളും എല്ലാം സമ്മിശ്രം, മതേതരത്വമാകുമ്പോ എല്ലാ ജാതി മതവും ആൾക്കാരും അവിടെ ഉണ്ട്. ഒരു ജാതി ചിന്താഗതിയൊന്നും വേണ്ട. എല്ലാവരും കൂടെ കൂടിയുള്ള യാസീനോത്തും, എല്ലാവരും കൂടെ കൂടിയുള്ള ഖബർ മൂടലും, എല്ലാവരും കൂടെ കൂടിയുള്ള കൂട്ടപ്രാർത്ഥനയും, എല്ലാവരും കൂടെ കൂടി യാഹൂ തങ്ങളെ തവസ്സുലാക്കിക്കൊണ്ടുള്ള ദുആയും കൂട്ടപ്രാർത്ഥനയും ഒക്കെയാണ് അവിടെ നടക്കുന്നത്. ആരും ഒഴിവില്ല. എല്ലാവരും കൂടും. കാർമ്മികത്വത്തിന് മൊയ്ലിയാരാണോ, തങ്ങളാണോ, മറ്റേ സ്വാമിയാണോ, വേറെ ആരെങ്കിലും ആണോ, അതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും മതേതരത്വമായ ഒരു നേർച്ചയാണെന്നാണ് പറയുന്നത്. അങ്ങനെ നടത്തിയ നേർച്ചയില്
ആന വിരണ്ടോടി ഒരാളെ ആന കുത്തി പൊക്കി മറിച്ച് അപ്പം ചുട്ട് മറിച്ചിടുന്നത് പോലെ മറിച്ചിട്ട് തട്ടി ആ കൊമ്പോണ്ട് പൊക്കി തുമ്പിക്കൈയിൽ എടുത്തിട്ട് കാലിൽ പിടിച്ചിങ്ങനെ ചുഴറ്റി എറിയുന്നത് വളരെ കൂവലും ശബ്ദവും ബഹളവുമായിട്ട് ആളുകൾ കണ്ടിരുന്നു. ഇത് എത്ര കാലം മുമ്പ് ഇവിടെ നടന്നുകൊണ്ടിരുന്ന കാര്യമാണ്, ഇപ്പോഴും വളരെ കുറവാണ്. ജമാഅത്തെ ഇസ്ലാമി അത് ഉൾപ്പെടെയുള്ള പുരോഗമന ചിന്താഗതിക്കാരായ പലരും ഇത്തരം നേർച്ചകൾ നടത്തുന്ന നേർച്ചയെ ആക്ഷേപിച്ചുകൊണ്ട് നേർച്ചയിലെ എല്ലാ കാര്യങ്ങളെയും എതിർത്തുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഇസ്ലാമികമല്ലാതെ അനിസ്ലാമികമാണ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്ന ഒരു കാലമുണ്ടായി. അങ്ങനത്തെ കാലത്ത് ഇത്തരം ആളുകളുടെ പുരോഗമന ചിന്താഗതിക്കാരുടെ ഈ പ്രസംഗവും ഇടപെടലും കാരണം ഒരുപാട് സ്ഥലത്ത് ആനക്കാരുടെ വയറ്റത്തടിച്ചു. ആന കൊണ്ടുള്ള ആന മുതലാളിമാർക്ക് കിട്ടുന്ന വരുമാനവും ഇല്ലാതായി. ഉദാഹരണം, പട്ടാമ്പി നേർച്ച. എന്റെ വീടിന് രണ്ടാറുകര എന്ന് പറയുന്ന എന്റെ നാടിനെ, മൂവാറ്റുപുഴയ്ക്കടുത്ത് ഈ രണ്ടാറുകര എന്ന എന്റെ നാടിന് തൊട്ടടുത്തുള്ള മുളവൂര്, എന്റെയൊക്കെ ചെറുപ്പത്തില് ഒരുപാട് ആനകൾ നിരന്നുകൊണ്ടുള്ള നേർച്ചയായിരുന്നു. കാഞ്ഞിരമറ്റം കൊടികുത്തെന്ന് പറയുന്നത് ഇപ്പോഴും അവിടെ ആനകൾ ഉള്ള സമ്പ്രദായം ഉള്ളത്. ആന ഈ നേർച്ചയുടെ പ്രധാന ഘടകമാണ്. അതെന്താണ് ആനയും ഇതുമായിട്ടുള്ള ബന്ധം എന്ന് ചോദിച്ചാൽ ചിലർ പറയും, അലന്തര കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ അലം യജഅൽ കൈദഹും ഫീ തദ്ലീൽ വഅർസല അലൈഹിം ത്വയ്റൻ നവാബീൽ. ഖുർആൻ ആനയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആന പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞുകൊണ്ട് ആനയെ എഴുന്നള്ളിച്ചുകൊണ്ടുള്ള നേർച്ച. ഇവിടെ എന്തെല്ലാം വിഷയങ്ങൾ ഈ നാടുകളിലുണ്ടായിരുന്നു അറിയാവോ? പുരോഗമന പ്രസ്ഥാനക്കാരെ നേരെ നോക്കരുത്, മിണ്ടരുത്, അവരെ കാണുമ്പോൾ ചൂലെടുത്ത് അടിക്കണം, അവരുടെ അരികത്ത് പോകരുത്, അവരുടെ വാസന കേൾക്കരുത്. സുന്നി തന്നെയാകണം, അത് 100% ആകണം, അല്ലെങ്കിൽ 110% ആകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെയധികം ബഹളം ഉണ്ടാക്കുന്ന നമ്മളും ഒക്കെ ശരിക്കും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. എത്ര ഹറാമുകള്, എത്ര ആനയോട്ടങ്ങള്, എത്ര ആനപ്പൂരങ്ങളാണ് ഇവിടെ നിർത്തലാക്കിയത് ഈ പുരോഗമന ചിന്താഗതിക്കാർ രംഗത്ത് വന്നപ്പോഴാ. അല്ലാതെ ഇവിടുത്തെ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ രംഗത്ത് വന്നുകൊണ്ട് ആന വേണ്ടാന്ന് വെച്ചതല്ല. ആനയെയും അമ്പാരിയെയും ഈ കൊടികുത്തിനെയും ഈ വക പൂരങ്ങളെയും എതിർത്തുകൊണ്ട് ഒരുപാട് പുരോഗമന ചിന്താഗതികൾ എഴുതുകയും പാടുകയും ഒക്കെ ചെയ്തു. അങ്ങനെ പാടിയതിന്റെയും എതിർത്തതിന്റെ ഒക്കെ പേരിൽ ഒരുപാട് ആന പങ്കെടുക്കുന്ന ഉത്സവങ്ങൾ നിന്നു. ഇപ്പോഴേ നമ്മുടെ കാസർഗോഡിന്റെ മാലിക് ദീനാറിലും അങ്ങനെ അറിയപ്പെടുന്ന ഒരുപാട് പഴയ സ്ഥലങ്ങളിലൊക്കെ ഖബർ സിയാറത്ത് ഈ ഉറൂസിന്റെ പേരിട്ടിരിക്കുന്നത്. ആ ഉറൂസിൽ ഖുർആൻ പാരായണമാണ്. നല്ല നല്ല മഹാന്മാരായ ആരെങ്കിലും ഒക്കെ ദുആയാണ്, വിക്രകളാണ്, സ്വലാത്തുകളായി ഒക്കെ മാറിയിട്ടുണ്ട്. പണ്ടെല്ലാ സ്ഥലത്തും ആനയും അമ്പാരിയും ചീട്ടുകളിയും മുച്ചുകെട്ടുകളെയും ഈ പറയുന്ന എല്ലാം കൂടെ കൂടുമ്പോഴാണ് ചന്ദനക്കുട മഹോത്സവം എന്ന് ഞങ്ങളുടെ ഈ നാടുകളിൽ പറയുന്നത്. മലബാറിന്റെ എന്താ പറയുന്നത്, എനിക്ക് പൂരമോ ഉത്സവം എന്തായാലും വേണ്ടില്ല. ഈ സംഭവത്തിലൊക്കെ വളർന്ന ഒരുപാട് വിഷയങ്ങൾ ഇവിടെ നിർത്തലാക്കി പോയിട്ടുണ്ട്. ഇന്നും ഈ യാഹൂത്തങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് അവിടെ ഈ ആനയൊക്കെ വെച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തിന്റെ പേര് പറഞ്ഞ് തങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു പരിപാടിയൊക്കെ നടത്തുന്നത് തനി ആഭാസത്തരമാണ്. ഇസ്ലാമുമായി എന്താ ബന്ധം എന്ന് ചോദിച്ചാൽ ഒരു ബന്ധവും ഇല്ലാന്ന് പച്ചയ്ക്ക് പറയാൻ കഴിയും. ഇസ്ലാം യാഹൂത്തങ്ങൾക്ക് ഇതുമായിട്ട് വല്ല ബന്ധമുണ്ടോ? യാഹൂത്തങ്ങൾക്ക് ഇതുമായിട്ട് ഒരു ബന്ധമില്ല. ആലിമീങ്ങൾ, മഹാന്മാരായ ആലിമീങ്ങൾക്ക് ഇത് വല്ല ബന്ധമുണ്ടോ? പണ്ഡിത സഭകളോട് ചോദിച്ചു നോക്ക്. സമസ്തയോടോ ദക്ഷിണയോടോ KPയോടോ EKയോടോ സംസ്ഥാനയോടോ എവിടെയും ചോദിച്ചു നോക്കാം, അവരും പറയുന്നത് അത്ര ശരിയുള്ള കാര്യമല്ലെന്ന്. പിന്നെ ഇത് പരമ്പരാഗതമായി നടന്നു വരുന്നതാണ്, ഞങ്ങൾ നടന്നില്ല ശരിയായില്ല. ഞങ്ങൾ ആ പാരമ്പര്യത്തിൽ നിന്ന് പുറത്തിയാടാൻ ഞങ്ങൾ തയ്യാറല്ല. മാമൂല് കെട്ടിയ ജയിലറ തന്നിൽ തളർന്നുറങ്ങും മുസ്ലിം ജനത. മാമൂലുകൾക്ക് എന്ന് പറഞ്ഞൊരു പാട്ട് കൊണ്ടാണ് പാടിയ മാതിരി ഈ മാമൂലുകളും പഴയ വിശ്വാസങ്ങളും ഈ അന്ധവിശ്വാസങ്ങളും എല്ലാം കൂടിക്കലർന്നതാണ് ഈ ഞങ്ങളുടെ ഈ ദീൻ എന്ന് പറയുന്നത് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയുള്ള തീവ്ര ശ്രമമാണ് ഈ നടന്നു വരുന്നത്. ഇതെല്ലാം ശക്തമായി നിരുത്സാഹപ്പെടുത്തുന്നതും ഇതിനെതിരെ ശക്തമായ പ്രഭാഷണങ്ങളും പ്രസംഗങ്ങളും എഴുത്തുകളും പണ്ഡിത സഭകൾ രംഗത്ത് വരികയും ചെയ്യേണ്ട അത്യന്താപേക്ഷിത. പണ്ഡിത സഭകൾ ഇവിടെ ആരെന്ത് പറഞ്ഞാലും രംഗത്ത് വരില്ലാത്തൊരു കാലമായി മാറിയിട്ടുണ്ട്. കാരണം അതിന് പണ്ഡിത സഭകൾ ബലമില്ലാത്തതുകൊണ്ടാണ്. ബലമില്ല, അതുപോലെ പണ്ഡിത സഭ 1, 2, 3, 4 കഷങ്ങളാണ്. അതുകൊണ്ട് അവർക്ക് പറയാനുള്ള ബലമില്ലാത്തതുകൊണ്ടാണ് അത് വേറെ കാര്യം. എന്നിരുന്നാലും ഇത്തരം കാര്യങ്ങൾ ഒരു സമുദായത്തിന്റെ വിമറാക്കളുണ്ടെങ്കിൽ അവരെങ്കിലും ഇതൊക്കെ നേരിട്ട് ബന്ധപ്പെട്ട് ഇതൊക്കെ നിർത്തിക്കളയും.
ഇന്ന് ഒരാൾ മരിച്ചതുകൊണ്ട് പറയില്ല. ആന ചവിട്ടിയേക്ക് വന്നൊക്കെ ആളുകൾ പല സ്ഥലത്തും മരിക്കാറുണ്ട്. അത് ഇവിടെ വെച്ചും മരിക്കും, അല്ലാത്തോടത്തിലും മരിക്കും. അതല്ല വിഷയം. പക്ഷെ ഈ ആനയെ പങ്കെടുപ്പിച്ചുകൊണ്ടും ഈ കള്ളുകുടിച്ചുകൊണ്ടും മുച്ചൂട്ടുകളി നടത്തിക്കൊണ്ടും ചീട്ടുകളി നടത്തിക്കൊണ്ടും കൺപറഞ്ഞുകൊണ്ടും ഇങ്ങനെയുള്ള പരിപാടികളുമെല്ലാം ആയതുകൊണ്ട് ഈ പരിപാടി നടത്തണമെന്ന് ഏത് ഇസ്ലാം പറഞ്ഞത്? ഏത് ഇസ്ലാമിലായി ഉള്ളത്? അപ്പൊ സൂറത്ത് യാസീൻ ഓതിയെ കിട്ടും. സൂറത്ത് യാസീൻ ഓതാലോ. സൂറത്ത് യാസീൻ ഓതുന്ന സദസ്സുകൾ സംഘടിപ്പിച്ചോളൂ. ആളുകൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഇരിക്കട്ടെ, എല്ലാവരും കൂടെ കൂടി ഖുർആൻ ഓത്. അങ്ങനെ ഒരു സദസ്സുണ്ടോ? അങ്ങനെ ഒരു സദസ്സില്ലല്ലോ. ആണും പെണ്ണും പരസ്പരം കാണൽ ഇസ്ലാം ഹറാമാക്കിയവര് യാതൊരു കാരണവുമില്ലാതെ പരസ്പരം ഇളകി മറിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടി മറിഞ്ഞ് നടത്തുന്ന ഈ പൂരം 100% മനസ്സിലാവുകയാണ്. ഏത് അങ്ങനെ പേര് പറഞ്ഞ് നടത്തിയാലും. അതുകൊണ്ട് ആനയുടെ തുമ്പിക്കൈയിൽ ഒരു കാലിൽ പൊക്കി പിടിച്ച് ചുഴറ്റി വലിച്ചെറിഞ്ഞ് മരിച്ചുപോയ ആ ചെറുപ്പക്കാരന്റെ വീടുകൾ ബന്ധുമിത്രാദികൾക്ക് അള്ളാഹു ക്ഷമ നൽകട്ടെ, സമാധാനം നൽകട്ടെ. അവരൊന്നും ഇത് പ്രതീക്ഷിച്ചല്ലോ ഇരിക്കുന്നത്. എന്നാൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് കുഞ്ഞു കുട്ടികളെയും ആളുകളും സ്ത്രീകളും ഒക്കെ കണ്ണടച്ചു പോകുന്നല്ലോ ഞാൻ ആലോചിക്കുന്നത്. എന്താണ് ഇതിന്റെ കാരണം? എന്താണ് അവിടെ ഇരിക്കുന്നത്? അള്ളാഹു ഇത്തരം അനാചാരങ്ങളെ, ഇത്തരം വൃത്തികെട്ട കാര്യങ്ങളെ നമ്മുടെ ദീനിൽ നിന്നും മുമ്പേ ആരൊക്കെയോ ശ്രമിച്ച് തുടച്ചു നീക്കിയതുപോലെ പൂർണ്ണമായും തുടച്ചു നീക്കി പരിശുദ്ധ ദീനിനെ ഇത്തരം അനുഷ്ഠാന ആചാരങ്ങളിൽ നിന്ന്, അന്ധമായ ആചാരങ്ങളിൽ നിന്ന്, അന്ധമായ വിശ്വാസങ്ങളിൽ നിന്ന് രക്ഷിച്ച് മോചിപ്പിക്കണേ എന്ന് അഭ്യർത്ഥിച്ച് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.